എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഇൻ്റഗ്രേഷൻ, ബാലൻസ് ആണ്, റീബർത്ത്, എയ്റ്റ് ഓഫ് കപ്സ് ആണ്, എയ്റ്റ് ഓഫ് പെൻഡക്കിൾ ആണ്, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് സോർഡ്സ് വന്നു, കുറേ 10 വന്നിട്ടുള്ളത്. വി ആർ ദ വേൾഡ്, 10 ഓഫ് കപ്സ് വന്നു, റീബർത്ത് വന്നു, അത് 10 ആണ്. സപ്രഷൻ, 10 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ അതും 10 ആണ്. അപ്പോൾ പുതിയ തുടക്കമുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ വിഷമിച്ചിരുന്നതിനൊക്കെ കുറച്ചൊരു തീരുമാനമാകുന്നുണ്ട്. അപ്പോൾ എന്നും പുതിയ തുടക്കമുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നും, ഇത് പുതിയ തുടക്കം. കുറേയധികം ഇപ്പോൾ നമ്മൾ ഇത് കാണുന്നതിൽ കുറേയധികം ആൾക്കാർക്കും ഒരു പുതിയ തുടക്കം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും കുറച്ച് ആൾക്കാർക്ക് അവരെന്തോ കാര്യം, അവരുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം എൻ്റെ ആക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ദൈവമായിട്ട് അത് എൻ്റെ ആക്കിയെന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ബാലൻസ് ആണ്. ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പം ബാലൻസ് വരുന്നുണ്ട് ലൈഫിലെല്ലാം. നിങ്ങൾക്ക് വരുന്നതെല്ലാം നിങ്ങൾക്കൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അതിൻ്റേതായ ഒരു വളരെ ഇമോഷൻസ് ഒന്നും ഇല്ലാതെ ഒരു നോർമൽ ആക്കാൻ പറ്റുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഗിൽറ്റ്, മെച്ചൂരിറ്റി, വേൾഡ്, clinging to the past, 5 of cups, nothingness, source, control, burden, 6 of wands, 6 of swords ആണ് സക്സസ്. അപ്പം ഇതിൽ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് സക്സസ് ആണ്. പിന്നെ ഇതിന് കൂടി നമുക്ക് കുറച്ച് കാർഡ്സ് നോക്കിയെടുക്കാം. ഇപ്പം ഡെത്തും റീബർത്തും ഒക്കെ വന്നിട്ടുണ്ട്. മൂൺ കാർഡ് വന്നിട്ടുണ്ട്, ചേഞ്ചസ് ആണ്. ഫോറസ്റ്റ്, മഡൽ ക്ലിയർ തിങ്കിങ്, ഈഗിൾ, ക്ലബ്, റോസും ലവേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രാഗൺ, ഷീൽഡ്, മൗണ്ടെയിൻ, ഏഞ്ചലാണ്, സ്പിരിച്വൽ ഗൈഡൻസ്, പ്രൊട്ടക്ഷൻ ഫ്രം ഹാം, ഫാനും വന്നിട്ടുണ്ട്, റൊമാൻസ്, സെലിബ്രേഷൻ, പാർട്ടി. ഇതിൽ പൊതുവായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഒരു ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്, റോസും വന്നിട്ടുണ്ട്. ചിലരൊരു പുതിയ പ്രണയത്തിൽ ആകുന്നു എന്ന് കാണുന്നുണ്ട്. ചിലർക്ക് പാസ്റ്റിൽ നിന്നുള്ള പ്രണയം നിങ്ങൾ വീണ്ടും ഒന്ന് അതിലുണ്ടായ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി വീണ്ടും വളരെ സന്തോഷത്തിൽ ഒന്നേന്ന് ഒരു യൂണിയൻ ആകുന്നു എന്ന് കാണുന്നുണ്ട്. യൂണിയനാണ് ഇത് പൊതുവെ ഇന്നത്തെ ഒരു ഇത്. അപ്പോൾ ശരിക്കും അതിൽ വിഷമിച്ചിരുന്ന ആൾക്കാർക്കാണെങ്കിൽ അതൊരു യൂണിയൻ ഉണ്ടാകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇൻ്റഗ്രേഷനാണ്, ബാലൻസ് ആണ്. ജീവിതത്തിൽ നിങ്ങൾ ഒരു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സമാധാനമുണ്ട് ഇപ്പോൾ.
അല്ലെങ്കിൽ ആ സമാധാനപ്പെടാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അന്വേഷിച്ച് വരുന്നു എന്നതിലുപരി നിങ്ങൾ സമാധാനത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും കണ്ടുപിടിച്ച് നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് കാണുന്നുണ്ടേ. 10 ഓഫ് കപ്സ് ആണ്, വി ആർ ദ വേൾഡ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നിങ്ങൾ ചെയ്ത എന്തോ കാര്യത്തിൽ വളരെ പ്രൗഡ് തോന്നുന്നൊരു ദിവസമാണ്. അപ്പോൾ ശരിക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക്. റീബർത്താണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ആ കഴിഞ്ഞു പോയ ആ ഒരു അവസ്ഥയിൽ നിന്നും അതിൽ കുറച്ചധികം പാഠങ്ങൾ പഠിച്ച് നിങ്ങളൊരു പുതിയ വ്യക്തിയായി നിങ്ങൾ രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ പറയില്ലേ, അല്ല വജ്രം അല്ല കല്ല് വജ്രമാക്കി എടുത്തതുപോലെ അതിൽ നിങ്ങൾ തേച്ചൊരച്ച് നിങ്ങൾ സ്വയം ഒരു വജ്രമായി തീർന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡയമണ്ട് ആകാൻ നിങ്ങൾക്ക് കുറേ പ്രോസസ്സുകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അത് വളരെ പെയിൻഫുള്ളും ആയിരിക്കാം. അപ്പോൾ പക്ഷെ നിങ്ങളിൽ ആ ഡയമണ്ട് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് കാണുന്നത്. അപ്പോൾ അതെന്തായാലും അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു പ്രൗഡൊക്കെ തോന്നുന്നൊരു സമയമാണതെന്ന് കാണുന്നുണ്ട്. 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ശരിക്കും വളരെ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഇനി അത് ഒരു വളരെ ഒഴുക്കിനൊത്തങ്ങ് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമാധാനവും സന്തോഷവും തന്നെ ആയിരിക്കും ആദ്യമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം കുറേ കാലം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു, ബർഡൻ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്, സപ്രഷൻ ആയിരുന്നു എന്ന് കാണുന്നുണ്ട്. 10 ഓഫ് സോർഡ്സ് ആണ്. അപ്പം നിങ്ങൾക്കതൊരിക്കലും ശരിക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത വണ്ണമുള്ള ഭാരവും ചുമന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റാതെ നിങ്ങൾ ഇരുന്നുവെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ ഒരു വേൾഡ് കാർഡിലെത്തി, നിങ്ങൾ റീബർത്തായി എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കൺട്രോള് നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ നത്തിങ്നെസ് ആണ്. കുറച്ചധികം ആൾക്കാർക്കും വളരെ കാമാണ് മനസ്സ്. ഇനി എന്ത് വന്നാലും എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കത് ഒരു വലിയ കാര്യമല്ല എന്ന് തോന്നുന്ന ഒരു സമയമാണിപ്പോൾ. കാരണം അത്രയധികം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി നിങ്ങളെ മനസ്സിനെ അത് പാകപ്പെടുത്തിയെടുത്തു എന്ന് കാണുന്നുണ്ട്. ഇപ്പം പിന്നെ ചിലർ ഒരു പാസ്റ്റിലെ ഓർമ്മകളിൽ തന്നെ ഇരുന്ന് ആ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ ഓർത്ത് ആലോചിച്ച് വിഷമിച്ച് ഒരു ഗിൽറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് പിന്നെ പാസ്റ്റിൽ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ആലോചിച്ച് വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ. അപ്പോൾ അത് അവർ വീണ്ടും മൂവ് ഓൺ ചെയ്തിട്ടില്ല എന്ന് കാണുന്നുണ്ട്. അവരൊന്ന് മൂവ് ഓൺ ചെയ്യണം, മുന്നോട്ടേക്ക് പോകണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഗിൽറ്റ് ഫീലിംഗ് ഒന്നും വേണ്ട. കാരണം എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും, എല്ലാവർക്കും തെറ്റുപറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ നമ്മൾ കാണുന്ന നമ്മുടെ മുന്നിലുള്ള എല്ലാവർക്കും തന്നെ തെറ്റും കുറ്റവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ പലരും അത് പുറത്തേക്ക് പറയുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ആ ഒരു കാര്യത്തിൽ തന്നെ ശരിക്കും അങ്ങ് വിഷമിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല, അത് വിട്ടേക്കുക എന്നുള്ളതാണ്. പിന്നെ ശരിക്കും നിങ്ങൾക്ക് ഒരു ഇന്നേ ദിവസം എന്ത് കിട്ടിയാലും ഒരു ശരിക്കും ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇന്നേ ദിവസം. വളരെ വലിയൊരു സന്തോഷവും അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ മൂൺ കാർഡാണ്, ചേഞ്ചസ് ഇൻ ഒരു ലൈഫാണ്. ശരിക്കും ലൈഫിൽ ചേഞ്ച് വന്നു, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വന്നു, നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ ചേഞ്ച് വന്നു, അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ല എന്നാണ്. നിങ്ങൾ എത്ര ആലോചിച്ചിട്ടും ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. പക്ഷെ അത് ശരിക്കും അത് ഇന്ന് തന്നെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം, ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഏതോ കാര്യം നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഇതായിരിക്കും നിങ്ങളുടെ ആവശ്യം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ഇങ്ങനെ നിങ്ങൾക്കത് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യത്തിൻ്റെ ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഈഗിളാണ്. അപ്പം നിങ്ങൾ ഈഗിളിനെ അറിയാമല്ലോ, ഈഗിളാണ്. ഈഗിൾ എന്ത് വിചാരിച്ചാൽ നടക്കും എന്നുള്ളതാണ്. അത്രയും നിശ്ചയദാർഢ്യമുള്ള ഒരു പക്ഷിയാണ് ഈഗിൾ.
അപ്പം അതിൻ്റെ കരുത്തോടു കൂടി നിങ്ങൾ സക്സസ്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് സക്സസ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് കുറച്ച് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് തന്നെ പോകും എത്ര കഷ്ടതകൾ സഹിച്ചാലും. പിന്നെ ക്ലബ്ബാണ്. ചില ആൾക്കാർ നിങ്ങൾക്കെതിരെ എന്തോ ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ആയിരിക്കും. അത് നിങ്ങൾക്ക് എന്തോ ഒരു ഇത് നിങ്ങൾക്കെതിരെ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ റോസാണ്. റൊമാൻസിസ് ഇൻ ദ എയർ ആണ്. റൊമാൻസിസ് ഇൻ ദ എയർ. ഇപ്പോൾ പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ്. പാസ്റ്റിൽ നിന്നുള്ളത് അല്ലെങ്കിൽ പുതിയതായിരിക്കാം. എന്തായാലും അത് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഷീൽഡ് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ളവരാരും നിങ്ങളുടെ യഥാർത്ഥ മുഖം ഇനി കാണരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം പണ്ട് നിങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പം നിങ്ങളൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്ന് നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങൾക്കൊരു ചലഞ്ചിങ് ഫേസാണ് നിങ്ങളുടെ ലൈഫിൽ. അത് നിങ്ങൾ തളർന്നു പോയാൽ ഒരിക്കലും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആ ചലഞ്ചസ് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഫാനാണ്. റൊമാൻസ് സെലിബ്രേഷൻ പാർട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റൊമാൻസ് ഉണ്ട് കേട്ടോ ഇന്ന്. അത് വീണ്ടും വന്നിട്ടുണ്ട്. റൊമാൻസ് സെലിബ്രേഷൻ പാർട്ടി വന്നിട്ടുണ്ട്. ഏഞ്ചൽ സ്പിരിച്വൽ ഗൈഡൻസ് പ്രൊട്ടക്ഷൻ ഫ്രം ഹാം. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് ഉണ്ട്. നിങ്ങളെ മറ്റുള്ളവർ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്യാനുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ ആൾക്കാരുണ്ടെന്ന്. കാരണം ഇതിൽ ഒരു ക്ലബ്ബ് വന്നിട്ടുണ്ടല്ലോ. സമ്മൺ വിൽ ട്രൈ ടു മേക്ക് യു ഡു സംതിങ് എഗെയിൻസ്റ്റ് യുവർ വിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആരോ നിങ്ങൾക്ക് എതിരായിട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ ടെൻസ്ഡ് ആകണ്ട. കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അത് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സാഹചര്യം ഇതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. പിന്നെ പേഴ്സണൽ റീഡിങ് പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട്, ഒരു നല്ല എനർജി ആയിട്ട് നാളെ വീണ്ടും കാണാം. നന്ദി.